ചേച്ചി 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 ദിയ ചേച്ചി ഉണ്ട്, ഇതുണ്ട്, ഞാനുണ്ട്, ഇവിടെ മാമനുണ്ട്. നമ്മളെവിടെ പോവാ മിസ്സേ? നമ്മളവിടെ പോവാം. മൊട്ട മിസ്സിനെ കാണാൻ പോവാ. ചിമ്മനുണ്ട് കേട്ടോ, ചിമ്മനാണ് ഹൈലൈറ്റ്. ചേച്ചി വയ്യേ എവിടെ പോയി ഡൈസേ? നമ്മൾ പത്തനംതിട്ട പോവുകയാണ്. പത്തനംതിട്ട ആരാ? പത്തനംതിട്ട മിസ്സിനെ കാണാൻ. ചിമ്പ എവിടെയാ ചിമ്പ? നമ്മളിപ്പോ പത്തനംതിട്ട എന്നോട് പാടായോ പറ. എവിടെയാ നമ്മൾ? എവിടെയാന്ന് പറ. മിസ്സിന്റെ വീട്ടിലോട്ട് പോവാ. അതല്ല നമ്മളെ സ്ഥലം എവിടെയാന്ന് പറ. അതിന് പറഞ്ഞേ പത്തനംതിട്ട. പത്തനംതിട്ടയോ? പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് അല്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾ വേറെ വീട്ടിൽ പോകാൻ വന്ന സ്ഥലം അറിയില്ല. ഓട്ടോക്കാരോട് ചോദിച്ചു. നമുക്കേ വഴി അറിയത്തില്ല, നമ്മളോട് വഴി ചോദിക്കും. സെന്റ് പീറ്റേഴ്സ് അങ്ങനെ എന്തോ നമ്മുടെ സർവീസിന് വീട്ടിൽ പോകാൻ പോകാം അല്ലേ? ഹാപ്പി അല്ലേ? സിംബ ഹാപ്പി അല്ലേ? സിംബ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. സിംബന് സന്തോഷമാണ്. സിംബന് കോപ്പിക്കോ വേണോ? ചവിട്ട് എന്റെ ആൾക്ക് അത്രേ ഉള്ളൂ. അച്ചായനും പോകുന്നുണ്ട്. അതുകൊണ്ട് ബാഗുണ്ടോ? സ്റ്റൈലാ. നമ്പർ ലോക്കുള്ള സൂട്ട് കേസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഏക ചേച്ചി, പ്രായം കുറഞ്ഞ ചേച്ചി. ഞാൻ പ്രായം കുറഞ്ഞ ടീച്ചർ. അയ്യോ, ആ ഫ്രെയിമിൽ കണ്ടതിന് അതിൻ്റെ കൂടെ ഉള്ളതാന്ന് തോന്നുന്നു. ആണ്ടാ പത്തനംതിട്ട തിരുവല്ല ബസ്സേ കയറി. ഹലോ പന്തമാരെ. ഹലോ ഫ്രണ്ട്സ്. അയ്യോ, ഒന്നും അറിയാത്തല്ലോ ഡൈസ് ഇരിക്കുന്നതല്ലേ. ഓ, നമ്മുടെ മീൻ ഇവിടെ ഉണ്ട്. അഭിനയിക്കും ചേച്ചിയും ചേട്ടനും. ചിമ്പനാണ് നമ്മളെ മുത്ത്. ചിമ്പനാണ് മുത്ത്. നമ്മളെ സ്ഥലപ്പേര് എങ്ങോട്ടാ പോകുന്നത്? നമ്മള് കുമ്പഴ. വേണ്ടി ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ഡോറയും പെട്ടു. കുമ്പഴ കുമ്പഴ പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡ്. ക്ലാസ് ഓണാക്കി അല്ലേ? ക്ലാസ് ഓണാക്കി എന്നാ കുഴപ്പമില്ല. സംസാരിക്കും, ക്യാമറ നോക്കി സംസാരിക്കും. ഒരു ബടി വന്നിട്ടുണ്ട്. പേഴ്സ് മേടിച്ചാലോ? നമ്മളവിടെ എത്തി. മിസ്സിന്റെ വണ്ടി ഉണ്ട്. മിസ്സിന്റെ വണ്ടി അറിയാലോ. മിസ്സാണ്. വിളിച്ചോ ചേച്ചി വിളിച്ചോ. ചേച്ചിയെ ആദ്യമായി ഒരു വീട്ടിൽ വന്നാൽ കോളിംഗ് ബെൽ അമർത്തുക. ചേച്ചിയെ ഞങ്ങൾ അവിടെ പറ്റേ നൈറ്റ് ഒക്കെ ഇട്ടുണ്ടായിരിക്കും. ചിമ്പനും മീനും മിസ് ഉണ്ടാക്കിയതാണ് പറഞ്ഞത് ഇതെല്ലാം. വ്ളോഗ് ഹോം ടൂർ പറ. പോടാ വാടാ. ഇതെടുക്കടാ. മിസ് ഇവിടെയാണ് പണിയെടുക്കും. ഇത് മിസ്സിന്റെ ഒന്നുമില്ല പറഞ്ഞ. നിക്ക് മിസ് ഫ്രണ്ടിൽ പോട്ടെ.
ഇതൊരു റൂം, അത് ഡാഡിയുടെ അമ്മയുടെ മുറി, മുറി. അടിച്ചോടെ കിടക്കും. അങ്ങനെ ഇറങ്ങിയോ? അയ്യോ അവനോട് ഒറ്റക്കിട്ടിട്ടാണ് പോകുന്നത്. ചിമ്പ ഏതായിരുന്നു ബോസ്? ഹാപ്പിയായോ? ഓ മുഖത്ത് സന്തോഷമൊക്കെ ഉണ്ട്. എടാ മേലോട്ട് വാടാ. ഇവിടെ എപ്പോഴും ഇങ്ങനെ അനുകൂലമായിരിക്കും. എന്നാ പറഞ്ഞാലും മിസ്. ആ അതെ ഇതാ മിസ്. ഇവിടെ വന്ന് നേരെ ചായ കുടിക്കുന്നത്. എക്സ്പീരിയൻസ് ചെയ്തത് ബോസ് ഏതായിരുന്നു? ഇവിടുത്തെ എങ്ങനെയുണ്ട്? യൂസർ ഫ്രണ്ട്ലി ആണോ? എടാ ഇവിടെ ഇൻഡോർ മാത്രമേ ഉള്ളൂ. അറേ അവനൊരു ഓണ്ടർപ്രണറാ. എന്തൊക്കെ മനസ്സിലാകുന്നില്ല. അയ്യോ ഇന്നൊരു കുഞ്ഞു റൂമ്. ഓ ഫ്രണ്ട്സ്, അയ്യോ ഒരു ചവിട്ട് കിട്ടി ഗൈസ്. നമ്മൾ ഇപ്പം മിസ്സിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു നടക്കുക. പത്തനംതിട്ടയില്ല തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പം അവിടുന്ന് ഒരു ബസ് വന്ന അവിടുത്തെ വി കോട്ടയം എഴുതിയേക്കുന്നത്. അപ്പോൾ കോട്ടയാന്ന് എഴുതി ചവന്മാർ പറഞ്ഞിട്ട് ചാടി അകത്തേക്ക് വലിയ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നതാണ്. വഴിക്ക് വെച്ച് ടിക്കറ്റ് എടുത്തപ്പം 100 രൂപ എടുത്തപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയം വരെ 15 രൂപയുടെ ടിക്കറ്റ് മേടിച്ച് തന്നിട്ട് പുള്ളി ഇത് തന്നു. എന്നിട്ട് പുള്ളി ഫ്രണ്ട് വരെ പോയി ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ കോട്ടയം തന്നെയല്ലേ, കോട്ടയത്തിന് ടിക്കറ്റ് എടുത്ത് 15 ആയുള്ളൂ എന്ന്. അപ്പോൾ പുള്ളി എൻ്റെ നന്നാ ടിക്കറ്റും കാശും തരാൻ പറഞ്ഞിട്ട് 100 രൂപ തിരിച്ചു തന്നിട്ട് പറയാം, ഇവിടെ വേറെ വി കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് തിരിച്ചാൽ പുറത്ത് ജംഗ്ഷൻ വരെ നടന്ന് അവിടുന്ന് വണ്ടി കിട്ടും. പിന്നെ ഊക്കൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിലും നമുക്കിങ്ങനെയാ. അയ്യോ എവിടെ ചെന്നാലും ഒരു ഊക്ക് കിട്ടണം. ഇത് അങ്ങ് ഉണ്ടോ ആ പെട്രോൾ പമ്പ്, അതിൻ്റെയും പുറകെ നടക്കാൻ തുടങ്ങിയതാ. ഇവിടം വരെയായി. എങ്ങോട്ടാന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല, ഒരു തേങ്ങ. അവരെല്ലാം ഒരുമിച്ചാ, അവരെല്ലാം മുണ്ടക്കയം സൈഡാ, ഞാൻ മാത്രം. അയ്യോ ഊക്കായേ എവിടെ ചെന്നാലും നമുക്കൊരു പണ്ണൽ ഉറപ്പാണ്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരമല്ല, കോട്ടയം നോക്കിയൊന്നും കയറിയില്ല, മണ്ടത്തരം നല്ലല്ലോ എന്ന് പറയുന്നത്. എന്തുവാടാ ഞാൻ എന്നാ ചെയ്തിട്ടാണ് ഒട്ടൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഞാൻ അപ്പോഴേക്കും വീതിനോട് ചോദിച്ചേ, ഈ കോട്ടയം വി കോട്ടയം തമ്മിൽ, വി കോട്ടയം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറയണ കോട്ടയം തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞതാ. അയ്യോ ചവിട്ടായി, വേറെ ആൾക്കാർ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ചവിട്ടായി, 1.5 ചവിട്ടായി. പക്ഷേ ബാടായി എങ്ങോട്ടാടാ നടക്കണ്ടേ എനിക്കറിയത്തില്ല. എന്തോ ജംഗ്ഷൻ നോക്കി ഇരിക്കുന്നുണ്ട്. ഇതൊരു പള്ളി കാണാം. ഇതൊരു ജംഗ്ഷനാന്ന് തോന്നുന്നല്ലേ. എവിടെ ബസ് കിട്ടി, എങ്ങോട്ടാന്ന് വെച്ച് പോകാനോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവിടുന്ന് വണ്ടി വന്നാൽ നേരെ ആയിരിക്കും കോട്ടയം അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് അപ്പോൾ ആ സൈഡിൽ പോയി നിൽക്കാം. നമ്മൾ പിന്നെ ഏത് സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കാൻ അറിയാം ഒന്നുമല്ല, പിടിച്ചു നിൽക്കാൻ അറിയുന്നത് എങ്ങനെയാ, എവിടെ ചെന്നാലും ഊക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുമല്ലോ. എൻ്റെ കാര്യം എനിക്ക് മാത്രമേ എന്നാണ് ഇങ്ങനെ. കുഴപ്പമില്ല, എല്ലാം റെഡിയാവും. ഞാൻ നോക്കുന്നേ എൻ്റെ ഫോൺ, ഞാൻ വീഡിയോ എടുക്കും. ശ്രദ്ധിക്കും ഞാൻ കേട്ടോ. ഫണ്ണായി. അയ്യോ അവർ മിക്കവാറും വീട്ടിൽ പോയി കാണും, ഞാൻ മാത്രമേ വീട്ടിൽ പോകാനുള്ളതായിരിക്കും. ചിങ് 2 മിനിറ്റ് ആയുള്ളോ, നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളൂ പോകണ്ടേ. ചേടാ എല്ലാവരും വീഡിയോ ഞാൻ എടുക്കും. അയ്യോ ഞാനിത് ആരെ വിളിച്ചൊന്ന് പറയും, ഞാൻ ആരോട് പറയാനിട്ട് എന്തോ പോലെ, അതാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വഴി കൂടെ ഫോൺ ഫ്ലാഷ് ലൈറ്റ് ഇട്ടുന്നതാണ്. ഇപ്പം വേണ്ട അതേ പോകുന്ന എല്ലാവരും നോക്കുക, ഇവനേത് ക്രിക്കറ്റിന്. അയ്യോ അപ്പോൾ ബൈ ഗൈസ്, ഞാൻ ഇപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. വണ്ടി കിട്ടുവാണെങ്കിൽ ബാക്കി കാണാം ഗൈസ്. മൊത്തത്തിൽ മൂഞ്ചി. ഞാൻ ഇപ്പം
അവിടുന്ന് തിരുവല്ലയ്ക്ക് ടിക്കറ്റ് എടുത്തേക്കുക. എന്ത് ചെയ്യണം? തിരുവല്ലയ്ക്ക് ടിക്കറ്റ് എടുത്തേക്കുക. ഇനി ഇവിടുന്ന് തിരുവല്ല ചെന്നിട്ട് അവിടുന്ന് കോട്ടയം വണ്ടി കയറണം.